ഉദാഹരണം പറയാറുണ്ട്. പരലോകത്തെത്തുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കടലിൽ പോയ ആൾക്കാരെ പോലെ ഉണ്ടാകും പരലോകത്തെത്തുമ്പോൾ. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കുറച്ച് ആൾക്കാർ, നമ്മൾ വെള്ളിയാഴ്ച അൽ കഹ്ഫിന്റെ അവസാനം ഓതുന്നുണ്ടല്ലോ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം. അലക്സാണ്ടർ ഒന്നാമൻ, അവരാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ഭൂമി, ഈ പ്രപഞ്ചം അടക്കി ഭരിച്ച വലിയ ആളുകളിൽ 4 ആളുകളിൽ ഒരാളാണ് ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാൻ. അവർ നബിയായിട്ട് അറിയപ്പെട്ടിട്ടില്ലെങ്കിലും വലിയാണ് എന്നതിൽ പക്ഷാന്തരമില്ല. ആ ദുൽഖർനൈൻ തന്റെ ആളുകളുമായിട്ട് ബഹറുൽ ഉലുമാത്തിലൂടെ യാത്ര ചെയ്യാൻ. ഇരുൾ മുറ്റിയ സമുദ്രം, വെളിച്ചെത്താത്ത സമുദ്ര ലോകമുണ്ട് ഇപ്പോഴും. ആഴം കാണാത്ത സമുദ്രല്ലേ എത്രണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ അടുത്ത് കോടീശ്വരന്മാര് 4 എണ്ണം പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ലല്ലോ. ടൈറ്റാനിയത്തിനെ തിരയാൻ വേണ്ടി ടൈറ്റനിലായിട്ട് 4 ആളുകൾ പോയില്ലേ, ശതകോടീശ്വരന്മാർ. എവിടെ അവരെ വല്ല വാലും കിട്ടിയ? ആഴം കാണാത്ത എത്ര സ്ഥലങ്ങളുണ്ട് അള്ളാഹുവിന്റെ ബഹറില്. ബഹറുൽ ഉലുമാത്തിലൂടെ യാത്ര ചെയ്യാണ്, ഇരുളടഞ്ഞ സമുദ്രം, അതിലൂടെ യാത്ര ചെയ്യാണ് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്റെ യാത്രക്ക് അല്ലാഹു തആല പ്രത്യേക സംവിധാനം കൊടുത്ത യാത്രയാണ്. നമ്മളെ യാത്ര പോലല്ല. സുലൈമാൻ നബിന്റെ വാഹനം കാറ്റല്ലേ, അല്ലെ? ദുൽഖർനൈൻ ചക്രവർത്തിന്റെ വാഹനം എന്താ? അത് പറഞ്ഞാൽ എന്ത് സമ്മാനം നിങ്ങൾക്ക് തരിക? ആരൊക്കെയൊന്നും കാശ് വാങ്ങി കൊടുക്കേണ്ടി വരും. പറയാൻ പറ്റുമോ? അറിയില്ലേ? എന്താ മക്കളെ, നിങ്ങൾ ഉഷാറാണ്ടേ. ദുൽഖർനൈൻ ചക്രവർത്തിന്റെ വാഹനം പറഞ്ഞ എന്തെങ്കിലും സമ്മാനപ്പ് തരും? പറയോ? മുങ്ങിക്കപ്പലൊന്നല്ല. പറയാമോനെ? അല്ലാ, അപ്പുറത്ത് ഉമ്മമാരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താ വാഹനം. ഇനി നിങ്ങൾക്കും പറയുവാണെങ്കിൽ ആലോചിച്ച് നോക്കുന്നുണ്ട്, ഏതെങ്കിലും പുതിയ ടൈറ്റാനിയം കപ്പലാണോ? ദുൽഖർനൈൻ ചക്രവർത്തിക്ക് ഒരു പ്രത്യേക വാഹനമാണ് അള്ളാഹു നൽകിയത്. എത്ര പെട്ടെന്ന്, എത്ര സ്പീഡാന്നറിയ വാഹനത്തിന്. ഒട്ടകൊന്നും അല്ല, ബുറാക്കും അല്ല. ഞാൻ പറയാം, ഇനി മറക്കണ്ടട്ടാ. ഇനി ഞാൻ വരുമ്പോ ചോദിക്കുമ്പോ കിട്ടണം. നിങ്ങളാരും ഒഴിഞ്ഞില്ലേ? എല്ലാരും ഒഴിഞ്ഞു. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് അല്ലാഹു നൽകിയ വാഹനം മേഘമാണ്. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. ഏത് രാജ്യത്തേക്കും പോകാൻ, ഏത് പ്രതലത്തിലേക്കും സഞ്ചരിക്കാൻ നമ്മൾ ദുൽഖർനൈൻ ചക്രവർത്തിക്ക് ഒരു സൗകര്യം കൊടുത്തു. അതാണ് മേഘം. മേഘത്തിന് എന്തൊരു വേഗതയുണ്ട്. മേഘത്തിന്റെ വേഗത എത്ര? നമ്മളിവിടെ കാർമേഘം കാണാൻ, നമ്മളെ നാട്ടുകാരൊക്കെ പറയും മഴ പെയ്യട്ടോ, മഴന്റെ ഒരു തുള്ളി പോലും ഇറ്റില്ല. പക്ഷെ പിറ്റേന്ന് പത്രം നോക്കുന്ന സമയത്ത് എവിടെയാ മഴ പെയ്തെന്നറിയോ? പഞ്ചാബില്. ആ മേഘം നേരെ എത്ര സ്പീഡിലാണ് അവിടെ പോയത്, എത്ര പെട്ടെന്ന് അവിടെ എത്തിയിട്ട് മഴ ചൊരിഞ്ഞത്. വളരെ സ്പീഡിലാണ്. കാറ്റിനേക്കാളും വലിയ വേഗതയാണ് മേഘത്തിന്. ആ മേഘമാണ് വാഹനം. അത് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും പോകും. ആ ദുൽഖർനൈൻ ചക്രവർത്തി ബഹറുൽ ഉലുമാത്തിലൂടെ ഇങ്ങനെ പോകാൻ, ഇരുൾമുറ്റിയ സമുദ്രം. അപ്പൊ കൂടെ കുറെ മഹാന്മാരുണ്ട്, ശിഷ്യന്മാരും ഇല്ലാത്തവരൊക്കെ. മാഷാ അല്ലാഹ്. സത്യം. അപ്പോ ദുൽഖർനൈൻ ചക്രവർത്തി കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, സമുദ്രത്തിലൂടെ ഇങ്ങനെ പോകാൻ, നിങ്ങളെ കണ്ണിൽ വല്ലതും കാണുമ്പോ ആവശ്യമുള്ളവരൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. സമുദ്രത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ കണ്ണിൽ തിളക്കമായത് വല്ലതും കാണുമ്പോ എടുത്തോളൂ എന്ന് പറഞ്ഞു. എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ കടലല്ലേ ഉള്ളത്. കടലിലൂടെ ഇങ്ങനെ നടക്കുമ്പോ കുറച്ചാളുകൾ മുത്ത് വാരിയെടുത്തു. മുത്ത്, പക്ഷെ അത് മുത്താൻ തിരിയുന്നത് കടലിന്റെ പുറത്തെത്തിയ ശേഷമാണ്. തിളക്കുള്ളത് കണ്ടപ്പോ അവര് വാരി. കുറച്ചാളുകൾ നമ്മൾ എന്ത് വാരണ്ടാന്ന് കരുതി പിന്നാലെ പോയി. പുറത്തെത്തിയപ്പോ വാരിയ ആളുകളും ഖേദിച്ചു, വാരാത്തവരും ഖേദിച്ചു. ആഖിറത്തിലെത്തുമ്പോ അങ്ങനെ ഉണ്ടാകുക. വാരിയ ആളുകൾ, പടച്ചോനെ ഇത്രയും വിലപിടിപ്പുള്ള മുത്താണോ, കുറച്ചുകൂടി വാരാമായിരുന്നു, ഇത്രയല്ലേ നമ്മൾ വാരിയത്. വാരാത്ത ആളുകൾ പറഞ്ഞു, നമ്മൾ വലിയ ഹതഭാഗ്യരെ, ഒന്നും വാരിയില്ലല്ലോ.
അതാ പരലോകത്തെത്തുമ്പോ 2 ടീമാണ്. ധാരാളം ചെയ്യാമായിരുന്നു, സൗകര്യങ്ങൾ എമ്പാടും ലഭിച്ചിരുന്നു, സമയങ്ങളുണ്ടായിരുന്നു, ആയുസ്സും അല്ലാഹു തന്നിരുന്നു, ആരോഗ്യവും തന്നിരുന്നു, എല്ലാവിധ കാഴ്ചയും കേൾവിയും മറ്റുമൊക്കെ നൽകിയിരുന്നു, ഒന്നിനും ഒരു മുടക്കവും ഇല്ലായിരുന്നു. പക്ഷേ വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ. അതേ സമയത്ത് തീരെ ചെയ്യാത്തവരോ അവര് പറയും, ഞാനൊന്നും എന്റെ ദുനിയാവിൽ സമ്പാദ്യമായി കൊണ്ടുവന്നില്ല, എനിക്ക് വലിയ നഷ്ടമാണല്ലോ. ആ വിലാപങ്ങളിൽ ഏറ്റവും വലിയ വിലാപം നടത്തുന്നവര് കൂട്ടുകാരാണ്. പെങ്ങന്മാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് പറയട്ടെ, കൂട്ടുകെട്ടില് നമ്മൾ ചതിയിൽപ്പെട്ടിട്ട് നമ്മുടെ ഈമാനും ഇഖ്ലാസും നഷ്ടപ്പെട്ടിട്ട് ആഖിറത്തിലെത്തിയിട്ട് കൂട്ടുകാരന്റെ ചതിയിൽപ്പെട്ട് കൈകടിക്കുന്നൊരു രംഗം വരുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരന്റെ വിലാപവും പഠിപ്പിക്കുന്നുണ്ട്. ആൺകൂട്ടുകാരനാകട്ടെ പെൺകൂട്ടുകാരിയാകട്ടെ, ചതിച്ചു, നന്മകളിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിച്ചു, ഭൗതികതയുടെ ആസക്തിയിൽ നിന്നെ കൊണ്ടുപോയി മുക്കിക്കളഞ്ഞു, പലതിലും നിന്നെ പ്രേരിപ്പിച്ചു, ചാറ്റിംഗ് നടത്തിയിട്ട് പ്രണയവുമായി നിന്റെ മുന്നിൽ വന്നു, നിന്റെ മനസ്സ് കവർന്നെടുത്തു, നിന്റെ സദാസമയത്ത് ചിന്തയും അതിൽ പോയി, മറ്റൊന്നിനും നിനക്ക് താല്പര്യമില്ല, അനുസരണക്കേട് വന്നു, പലരെയും നീ ഒറ്റപ്പെടുത്തി, പലരെയും നീ ദുഃഖത്തിലാഴ്ത്തി, പല പ്രവർത്തനങ്ങളും ചെയ്തു. അവസാനം നിന്റെ പ്രാണപ്രേയസിക്ക് വേണ്ടിയിട്ട് നിന്റെ മതം വരെ കയ്യൊഴിച്ചു പോയി, നിന്റെ സംസ്കാരം വലിച്ചെറിഞ്ഞു പോയി, നിന്റെ ദീനും നീ ഒഴിവാക്കിപ്പോയി. കാരണം നിന്നെ പ്രേമിച്ചവന്, നിന്നെ പ്രണയിച്ചവന് നിന്റെ മതത്തിന്റെ അന്തകനാണ്, അവന് നിന്റെ മതത്തോട് വെറുപ്പാണ്, നിന്റെ സംസ്കാരം അവന് ഇഷ്ടമില്ല, നീ നടക്കുന്നത് നല്ല മറവോടെയാണ്, അവൻ നിന്റെ മറ അയച്ചു, നിന്റെ മക്കന അയച്ചു, നിന്റെ പർദ്ദ അയച്ചു, നിന്റെ കുപ്പായം അയച്ചു, നിനക്കൊരു ബനിയൻ ക്ലോത്താണ് നൽകിയത്, നിന്റെ കയ്യും നിന്റെ കക്ഷവും ഒക്കെ പുറത്തുള്ള ആളുകൾ കാണുന്ന രൂപത്തില് പാശ്ചാത്യൻ റോൾ മോഡലിൽ നിന്നെ അങ്ങ് നടത്തിപ്പോയി. നിന്റെ സംസ്കാരങ്ങൾ മുഴുവനും കൈയൊഴിച്ചത് നിന്റെ കൂട്ടുകാരന്റെ ചതിയാണ്, അവന്റെ കിന്നാരമാണ്, അവന്റെ പ്രലോഭനമാണ്. അങ്ങനത്തെ ആളുകൾ പറയുന്നൊരു വിലാപമുണ്ട്, അക്രമി കൈകടിക്കുന്നൊരു ദിവസം വരാനുണ്ട്. അക്രമികൾ കൈകടിക്കും. കടിക്കാന്ന് പറഞ്ഞാല് ഈ വിരലിങ്ങനെ കടിക്കാൻ തുടങ്ങുന്നതാ. ഈ വിരലിങ്ങനെ വിഷമം കൊണ്ട് കടിച്ചിട്ട് വിരലൊക്കെ കടിച്ചു മുറിക്കും, മുറിച്ചിട്ട് ആ മുട്ട് വരെ കടിക്കും, കടിച്ച് 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 തീർക്കും. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഇനി ഇപ്പത്തെ കാലത്ത് വേഗം പറഞ്ഞാൽ മനസ്സിലാകും. ഉദാഹരണം പറഞ്ഞാൽ അല്ലേ, മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ കണ്ടില്ലേ പെട്ടെന്ന് ബ്ലേഡ് വെക്കുന്നത്? ഓ, ടെൻഷൻ മൂത്തിട്ട്, ബേജാറ് മൂത്തിട്ട് എത്ര പെട്ടെന്നാ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അവിടെ വിഷമത്തിൽ ബേജാറിൽ കുടുങ്ങിയിട്ട് ഇനി രക്ഷയൊന്നുമില്ല, കയ്യ് കടിക്കുന്നു. ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, കടിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കടിയാണ്, ആലങ്കാരിക പ്രയോഗമല്ല. പല്ലുകൊണ്ട് കടിക്കുന്നു, കടിച്ച് കടിച്ച് പറിച്ചിട്ട് തുപ്പുകയാണ്. അങ്ങനെ മുട്ടും കൈ വരെ കടിച്ച് പിടിച്ചെന്ന ആള് പറയുന്നത് എന്താണെന്നറിയോ? യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നല്ലൊരു ജീവിതം ഞാൻ സെറ്റപ്പാക്കി ദുനിയാവിൽ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് ദീനുണ്ടായിരുന്നു, എനിക്ക് മുത്തുനബിതങ്ങൾ ഉണ്ടായിരുന്നു, ആ നബിതങ്ങളെ പാന്താവില് ഞാൻ അങ്ങ് അനുകരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ, റസൂലുള്ളാഹിന്റെ കൂടെ നല്ലൊരു ജീവിതം ദുനിയാവിൽ കെട്ടിപ്പടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് പിന്നെ പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, എന്റെ നാശമേ, ആ ചങ്ങാതിയുമായിട്ട് ഫ്രണ്ട്സ് കൂടണ്ടില്ലായിരുന്നു, ആ കൂട്ടുകാരനുമായിട്ട് ചങ്ങാത്തം കെട്ടണ്ടില്ലായിരുന്നു,
ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അവനോടുള്ള സ്നേഹം, അവനോടുള്ള ചങ്ങാത്തം, അവൻ എന്നെ പറ്റിച്ചു, അവനാണ് എന്നെ പറ്റിച്ചത്, എന്നെ നശിപ്പിച്ചത്. ലഖദ് അളല്ലനി, അവൻ എന്നെ യഥാർത്ഥ വഴിയിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു. അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, നല്ല ഉത്ബോധനം എനിക്കുണ്ടായിരുന്നു, നല്ല ബോധത്തോടെ ഞാൻ പഠിച്ചു വളർന്നിരുന്നു. ഉസ്താദുമാരെ നിർദ്ദേശത്തിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പാസ്സായിരുന്നു, നല്ല ബോധത്തിൽ വളർന്നു വന്നിരുന്നു. പക്ഷേ കൂട്ടുകെട്ടിൽ ഞാൻ അങ്ങ് കുടുങ്ങിപ്പോയി. കുടുങ്ങിയിട്ടവൻ എന്നെ തെറ്റിച്ചു. ബഅദ ഇദ് ജാഅനി, നല്ല ജീവിതം കിട്ടിയ ശേഷം എന്നവൻ വഴിതെറ്റിച്ചു പോയി. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ.